ടാറ്റ പറഞ്ഞേ, ഞങ്ങൾ ടാറ്റ പറ, ടാറ്റ. ആ ഇന്ന് വന്ദനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടി യാത്ര പോവാണ്. ഇന്നത്തെ യാത്ര എവിടേക്കാണെന്നറിയോ? നമ്മുടെ കേരള കുംഭമേളയ്ക്കാണ് പോകുന്നത്. 270 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ നടക്കണ ആ മഹാമാഘ മഹോത്സവത്തിലേക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോണത്. ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ദേ നമ്മുടെ അമ്പലത്തിലെ ഗ്രൂപ്പുമായിട്ടാണ് കേട്ടോ. യാത്ര ഇവിടുന്ന് തുടങ്ങാണ്. എടവന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ ദേ നമ്മുടെ അമ്പലത്തിൽ നിന്ന് തേങ്ങയൊക്കെ ഉടച്ച് ദേ നല്ലോണം പ്രാർത്ഥിച്ച് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള ആറാട്ടുപുഴ അമ്പലത്തിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താണ് ആറാട്ടുപുഴ അമ്പലമെങ്കിലും ഞാൻ ഇതുവരെ ആറാട്ടുപുഴ തേവരെ തൊഴുതിട്ടില്ല. ഇതിൻ്റെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് ഇതോടുകൂടി സാധിച്ചു. അതിൽ വലിയ സന്തോഷമായിട്ടോ. അങ്ങനെ ആറാട്ടുപുഴ തേവരെയൊക്കെ പെട്ടെന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതേ പോണ വഴിക്ക് തൃപ്രയാറും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി പെട്ടെന്ന് തൊഴുത് ഒരു തടസ്സമില്ലാണ്ട് എല്ലാവരും പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. അങ്ങനെ അവിടെയും തൊഴുത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം പോവാണ്. ഇനി നമ്മുടെ ഡെസ്റ്റിനി എന്താ? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള നമ്മുടെ കുംഭമേള കാണാനാണ് പോണത്. അപ്പോൾ അതിനു മുമ്പ് നേരെ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതിനു മുമ്പ് ഞങ്ങൾ പോണ വഴിക്ക് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ ദേ പോണ വഴിക്ക് നമ്മുടെ ചന്ദനക്കുടം അവിടെ നടക്കുകയാണെന്ന് അറിയിച്ച. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. മുസ്ലിം പള്ളിയുടെ അവിടെ ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിൽ ദേ ബിരിയാണിക്കായിട്ട് ഒരു വണ്ടിയൊക്കെ വന്നു. അതിൽ നിന്ന് എന്തോരം ബിരിയാണിയാണോ ഒന്നും അറിയില്ല കേട്ടോ. കുറേ ഇങ്ങനെ പൊതികളായിട്ട് വണ്ടി വന്നു. അതിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും അറിയില്ല. ബിരിയാണിയാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ല വിചാരിക്കണം. ബിരിയാണിയാണല്ലേ. അങ്ങനെ ചന്ദനക്കുടത്തിൻ്റെ ബ്ലോക്കൊക്കെ കിട്ടി. ഞങ്ങൾ ദേ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അവിടെ 12 മണി വരെ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായി. ഞങ്ങൾ 12 മണി കഴിഞ്ഞു എത്തിയപ്പോൾ. പക്ഷെ ഭാഗ്യത്തിന് ദേ അവിടെ ശിവേലിക്ക് പുറത്തെഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദേ ശിവേലി കഴിഞ്ഞ് ഞങ്ങൾക്ക് തൊഴാനും പറ്റി, ശിവേലിയും കാണാൻ പറ്റിയിട്ടാ. അങ്ങനെ ശിവേലിയും കണ്ടതേ ഞങ്ങളുടെ ഉള്ളിൽ കയറി തൊഴുതുണ്ടായിട്ടാ. നല്ല തിരക്കുണ്ടെങ്കിലും നന്നായി തൊഴാൻ പറ്റി. അങ്ങനെ തൊഴുതതേ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ നമ്മൾ വിചാരിച്ചിരുന്നത് തൃപ്പങ്ങോട് പോവാം, പിന്നെ ആലത്തിയൂർ ഹനുമാനെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ചന്ദനക്കുടത്തിൻ്റെ കുറച്ച് ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്താനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ഇപ്പം എല്ലാ അമ്പലം അടച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ നമുക്കിനി എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് തൃപ്പങ്ങോട്ട് അമ്പലവും ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച് ഞങ്ങൾ ഇതേ എല്ലാ അമ്പലത്തിലും കയറിയിട്ടുണ്ട്. നട അടച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വെറുതെ അമ്പലം കാണാൻ വേണ്ടി മാത്രം പോയിട്ടുണ്ടായിരുന്നതാട്ടോ. തൃപ്പങ്ങോട്ടും പോയിട്ടുണ്ടായി, ആലത്തിയൂർ ഹനുമാനും പോയിട്ടുണ്ടായി. ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഞാൻ ഭയങ്കര പേടിത്തൊണ്ടിയായിരുന്നു. പണ്ട് അച്ഛമ്മ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പേടി ആവാണ്ടിരിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കരുതേ, പേടി സ്വപ്നം കാണിച്ചെന്നാൽ പള്ളിവാള് കൊണ്ട് തന്നെ തട്ടി ഉണർത്തണമേ എന്നുള്ളത്. ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം കാണാൻ പറ്റി. അടിപൊളി.
ഇതെന്താ സംഭവം എന്നറിയോ? ഈ കല്ലിൽ ചവിട്ടരുത്. നമ്മുടെ ഹനുമാൻ സ്വാമി സമുദ്രലംഘനം നടത്തിയതിൻ്റെ ഒരു സങ്കല്പമായിട്ട് നമ്മൾ ആ കല്ലുമ്മ ചവിട്ടാണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ചാടണം. അപ്പോൾ നമ്മളിത് ശ്രീലങ്കയിലെത്തി. ആ ഒരു ഇതാണ് കേട്ടോ നമ്മൾ അതിൽ സങ്കല്പിക്കണേ. രാമ ശ്രീരാമ ചാടിക്കോ, ഹനുമാൻ സ്വാമീനെ മനസ്സിൽ ധ്യാനിച്ചങ്ങോട്ട് ചാടിക്കോ. ആ കരിങ്കല്ലാണ് സമുദ്രം. അപ്പോൾ ആ സമുദ്രം ചാടി നമ്മൾ ശ്രീലങ്കയിലെത്തണ ഒരു സംഭവമാണ് അതിലുള്ളത് കേട്ടോ. അതേ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും അവിടെ ചാടി കിടന്നിട്ടുണ്ട്. നമ്മൾ ശ്രീലങ്കയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ദേ ഒരു കുഞ്ഞി ഹനുമാൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമി ഉണ്ടെന്നുണ്ടെങ്കിലും ഹനുമാൻ സ്വാമിക്കാണ് ഇവിടെ ശക്തി കൂടുതൽ. ഈ ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇങ്ങനെ മുന്നോട്ട് ചാഞ്ഞ രീതിയിലാണ് മുഖം ഇരിക്കണത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരാമസ്വാമി പറയണ കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ഉള്ളത് കേട്ടോ. മറ്റേ പേടി സ്വപ്നം കാണിച്ചാൽ പള്ളിവാലുകൾ തന്നെ തട്ടി ഉണർത്തണത്. ഹനുമാൻ ക്ഷേത്രത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ദേ വിശാലമായ വലിയ കുളം അല്ലേ, നല്ല രസമുണ്ടായി കാണാം. ദേ എല്ലാവരും നിരന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് അവിൽ നിവേദ്യം തന്നെയാണ് കേട്ടോ. ഹനുമാൻ സ്വാമിക്കുള്ള അവിൽ നിവേദ്യം അതൊരു പ്രത്യേക രുചിയാണെന്നാണ് ഇവർ പറയണത്. ഒരു വലിയ കുളവും അതിനോട് ചേർന്ന് ഒരു വലിയ ആൽമരം ഒക്കെ ആയിട്ട് ഒരു നല്ല ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ദേ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്. നിറച്ച് ഹനുമാൻ്റെ ഫോട്ടോസും വിഗ്രഹങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഞങ്ങളതേ ഈ പ്രത്യേകതയുണ്ടല്ലോ ഈ ഹനുമാൻ്റെ വിഗ്രഹത്തിന്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ കാറിലും വണ്ടിയിലൊക്കെ തൂക്കിയിടാൻ ഈ ഹനുമാൻ്റെ ഇതും ചിലവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കവരും നമ്മുടെ ആ ഹനുമാൻ്റെ ഫോട്ടോ വാങ്ങിച്ചു. ആ ഹനുമാൻ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ ഹനുമാൻ്റെ രൂപമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അവിടെയും എല്ലാ അമ്പലവും അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണാനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഓരോ ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ ആ സമുദ്രലംഘനം ചെയ്ത മാതിരി തന്നെ ഇവിടെയും ഒരു പ്രത്യേകത ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ദേ എല്ലാവരും പ്രദക്ഷിണമൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ഒരു കുളം കണ്ടത്. ആ കുളത്തിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മഹാദേവൻ കാലനെ കൊന്ന ശേഷം തൃശൂലം കഴുകിയ കുളമാണ് ഈ കാണുന്നത് കേട്ടോ. കാലനിഗ്രഹ ശേഷം ഭഗവാൻ തൃശൂലം കഴുകിയ കുളം. ഓ അടിപൊളി. വൃത്തിയാക്കണമൊന്നുമില്ല തോന്നുന്നുണ്ടല്ലേ. അപ്പൊ പിന്നെ ഇവിടെയും കുറേ ഉപദൈവങ്ങളുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ കാണാം ഈ പ്രദക്ഷിണ വഴിയിൽ. എന്നിട്ട് ഞങ്ങൾ ദേ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ദേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ മെയിൻ ഡെസ്റ്റിനിയിലേക്ക് പോവാണ്. ഇനി നമ്മുടെ യാത്ര അതേ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തേക്കാണ്. നീളാരതി കാണാനാണ് പോണത്. ഞങ്ങളുടെ പച്ചത്തൊപ്പി ഉണ്ടോ, അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. എവിടെ നിന്നാലും ഞങ്ങൾ ഈ പച്ചത്തൊപ്പിക്കാരെ കാണണം. നല്ല തിരക്കാണല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ പെട്ടെന്ന് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പച്ചത്തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലവരും ഇങ്ങനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചത്തൊപ്പി ഉയർത്തി കാണിക്കാം എന്നാണ് ഞങ്ങളുടെ സൈൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങൾ ദേ ആദ്യം ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അവിടെ കൂടെയാണ് ഇറങ്ങിയത്. പക്ഷേ ആ സമയത്ത് അമ്പലം തുറന്നിട്ടുണ്ടായില്ല. അപ്പം നേരെ ഞങ്ങൾ നടന്നു. നമ്മുടെ നിളാരി നടക്കുന്ന സ്ഥലമാതിരി ഇതേ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇതിങ്ങനെ സംഭവം വെച്ചുള്ള കാരണം ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കുന്നു. അങ്ങനെ ഞാൻ ചെളുപ്പായേനെ കേട്ടോ. പക്ഷേ അവിടെ ഒന്നല്ല. അവിടെ ഒരു താൽക്കാലികമായി ഇപ്പോൾ ഒരു ആനയുടെ ഒരു നെറ്റിപ്പട്ട മാതിരി കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇനി നടക്കാൻ ദേ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് നടന്നു തുടങ്ങാം.
ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ കുറേ ദൂരം നടന്ന് നമ്മളിതേ ഭാരതപ്പുഴയുടെ തീരത്തെത്തിയിട്ടുണ്ട്. അവിടെയാണ് നിളാരി നടക്കണത്. അവിടെ ആ ഭാഗത്ത് നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും അവിടെ ഫസ്റ്റ് സീറ്റ് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ആ മഞ്ഞ ഇത് കെട്ടിയിരിക്കണ കണ്ടില്ലേ, അതാണ് താൽക്കാലികമായിട്ടുള്ള പാലം. ആ പാലത്ത് നമുക്ക് അവിടെ കടന്നാൽ മതി. ശരിക്കും ആ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഈ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയ അത്ര ദൂരം അവിടെ നടക്കാനുള്ളൂ. പക്ഷേ നമ്മൾ തവന്നൂർ ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവിടെ ഇറങ്ങണത് എളുപ്പമെന്ന്. പക്ഷെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് അതിനേക്കാളും എളുപ്പം ഇതായിരിക്കും, ഈ പാലം കടന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. ചിലപ്പോൾ പക്ഷേ പാലം കിടക്കാൻ ഇഷ്ടം പോലെ നേരം ക്യൂ നിൽക്കേണ്ട വരെയായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും പറയണത്. ഒരു കല്ലെടുക്കും ഭാരതപ്പുഴയിൽ കുഴപ്പമില്ലാത്തത്ര വെള്ളം കിട്ടാൻ ഞങ്ങൾ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഇതാ ഏറ്റവും അവിടെ വടി കെട്ടിയിട്ടുണ്ട്, അവിടം വരെ പോയി മുങ്ങാം. ഇത്രയും വെള്ളം തന്നെയുള്ളൂ, നമുക്ക് അവിടെ മുങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല വെള്ളം, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വെള്ളമായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത നല്ല സുഖമായില്ലേ? നല്ല സുഖമാണ്. നല്ല അതെയാ, നല്ല ഉഷാറായി. പോയി ഭാരതപ്പുഴയിലും മുങ്ങിയപ്പോൾ നല്ല സുഖമുണ്ടെന്നാണ് പറയണത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് അവിടെ നമ്മുടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ അന്നദാനത്തിനൊക്കെ നിന്നാൽ നമ്മുടെ നിളാരതി നമ്മൾ ലാസ്റ്റ് നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അതേ ഡ്രസ്സ് മാറാനാണ് ഒരുപാട്. ഡ്രസ്സ് മാറാൻ ഇങ്ങനെ ഒരു വലിയ ടർപ്പായ കെട്ടിക്കണം, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എല്ലാവരും ഡ്രസ്സ് മാറുന്നത്. അപ്പോൾ അങ്ങോട്ട് കൈ പൊക്കാനും ഇങ്ങോട്ട് കൈ പൊക്കാനും ഒന്നും പറ്റില്ല, എല്ലായിടത്തും തട്ടും. എങ്ങനെയൊക്കെയോ ഒരു ഡ്രസ്സ് മാറ്റി, അതും നനഞ്ഞ തുണി ഊരണമെന്നുണ്ടെങ്കിൽ നല്ല പാടായിരിക്കും. അപ്പം തന്നെ ഒരു കൂട്ടം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10 പേര് വേറെ 10 പേര് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പച്ചത്തൊപ്പിയുള്ള കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടതേ. ഞങ്ങൾ നടന്നു വന്നപ്പോൾ ദേ ഈ കൂട്ടം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി അവരുടെ ഒപ്പം ഇരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഏകദേശം മുമ്പിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദേ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടോയെന്ന് വെച്ചാൽ അത്ര വലിയ വെയിലുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല വെയിലൊന്നും. പിന്നെ ഒരു 4 മണി തൊട്ട് നമ്മുടെ നിളാരതി നടക്കുന്ന സമയം വരെ അവിടെ കളരിപ്പയറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാൾപ്പയറ്റ്, കളരിപ്പയറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേജിലൊന്നും അല്ലാത്ത കാരണം അധികമൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര വലിയ സ്ക്രീനല്ല. ഈ ജനത്തിരക്ക് നോക്കുമ്പോൾ ആ സ്ക്രീനൊന്നും ഒന്നുമല്ല, അത്ര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് നോക്കത്താ ദൂരത്തെ ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ഈ സൈഡിലത്തെ കൂട്ടം മാത്രമല്ല കേട്ടോ, ഈ നിളാരതിയുടെ അപ്പുറത്തെ സൈഡിൽ കുറേ ആൾക്കാരുണ്ട്, അതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ അതിൻ്റെ ഭാരതപ്പുഴയുടെ അപ്പുറ ഭാഗത്തും ഇഷ്ടം പോലെ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. അത് എത്ര ആൾക്കാരാണ്, ഇത്ര അധികം ആൾക്കാർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇവരെല്ലാവരും ഇരിക്കണതുണ്ടല്ലോ നമ്മുടെ പുഴയുടെ തീരത്ത്, അതായത് അവിടെ നല്ല ഈർപ്പുണ്ട് കേട്ടോ, അവിടെയാണ് ഇരിക്കണത്. പുഴയിലിറങ്ങി കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ ആ പുഴയിലെ സൈഡ്, പുഴ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞിട്ടായ കാരണം പുഴ വെള്ളത്തിലാവുമ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കണവരൊക്കെ ദേ പോയി ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരൊക്കെ ഒതുക്കി നിർത്തി, എന്നാലാണ് ബാക്കിലിരിക്കണവർക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ടീം ഇങ്ങനെ മറ്റേ നമ്മുടെ എന്താ കഴുത്തിക്കൂടെ മാലൊക്കെ ഇട്ടിട്ടുള്ള കാരണം നമ്മുടെ കമ്മിറ്റിക്കാരാണെന്ന് വിചാരിച്ച് അവർ പേടിച്ച് പോയിട്ടുണ്ട്. ബാക്കിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടും മൂവിയും കൈയടിച്ചും ഒക്കെ ഭയങ്കര പ്രോത്സാഹനം, മാറ്റിയെടുത്ത് എന്ന് പറഞ്ഞിട്ട്.
ഞങ്ങളുടെ 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ദേ നീളാരതി തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ നമ്മുടെ നിളയിൽ വെച്ച് കുറേ പൂജകളുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ആരതി നടക്കണ സ്ഥലത്തേക്ക് വരുന്നത്. എല്ലാ ആൾക്കാരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ കടിച്ചു കൂടിയിരിക്കുന്നത് കേട്ടോ. നദിയുടെ തീരത്ത് നടക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ ഈ LED സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീൻ വളരെ ചെറുതായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ദേ അവരെല്ലാവരും സ്വാമിമാരൊക്കെ ദേ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് കുറച്ച് പാട്ടും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആരതി തുടങ്ങണത്. ഈ ആരതി 4 ഭാഗത്തും ആൾക്കാരുള്ള കാരണമാണോ എന്താണെന്ന് അറിയില്ല. 4 ഭാഗത്തും തിരിഞ്ഞവർ ആരതി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പലതരം വിളക്കുകൾ കൊണ്ടാണ് ആരതി ചെയ്യണത്. ആരതി തുടങ്ങുമ്പോൾ എണീക്കാൻ പാടില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ആരതി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ ഓരോരുത്തരായിട്ട് മുമ്പിലുള്ളവരൊക്കെ എണീക്കാൻ തുടങ്ങി. അപ്പോൾ ബാക്കിലുള്ളവർക്ക് സാധാരണ കാണില്ലല്ലോ, അപ്പോൾ അവരും എനിക്കും അങ്ങനെ എല്ലാവരും എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് വെക്കുമ്പോഴാണ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ടൈമെന്നാൽ നമുക്ക് കുറേശ്ശേ കാണാൻ പറ്റുള്ളൂ. ഇത് ഫുള്ള് കാണാൻ പറ്റില്ല. ഞാൻ ആ സൈഡിൽ നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി. ഞാൻ പുഴയുടെ തീരത്തായിരുന്നു. അങ്ങനെ ദേ ആരതി കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ആ ഗ്രൗണ്ട് ഫുൾ ശൂന്യമാവാൻ തുടങ്ങി. എല്ലാ ആൾക്കാരും തുടങ്ങി ഫുള്ള് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കാൻ പാടുള്ളൂ എന്ന് അവർ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പകുതി ആയപ്പോഴേക്കും എല്ലാവരും എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ക്യൂ നിൽക്കാൻ വേണ്ടി പാലത്തുമ്മക്കോടൊക്കെ പോകാൻ. ഞങ്ങൾക്ക് പിന്നെ പാലത്തുമ്മക്കോടെ പോകേണ്ട വരില്ല. ദേ ഇങ്ങനത്തെ അങ്ങോട്ട് വഴി കൂടെയാണ് കുറേ ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ പതുക്കെ നടന്ന് എന്തോരം ആൾക്കാരാ നോക്ക്. പതുക്കെ നടന്ന് ഞങ്ങൾ ദേ നമ്മുടെ ബ്രഹ്മക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് നടടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയും തൊഴുതൂട്ടാ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ 270 വർഷങ്ങൾക്ക് ശേഷം നടക്കണ നമ്മുടെ ഈ കുംഭമേള, കേരള കുംഭമേള, നമ്മുടെ മാമാങ്കം നടന്ന ഭാരതപ്പുഴയുടെ തീരത്ത് അതിൽ പോയി പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി 2028 വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും ദൂരം നടന്നാലും നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കുംഭമേളയിലത്തെ ഇതൊക്കെ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി കാണാം. ടാറ്റാ.